അപ്പൊ ഗൈസ് നമ്മൾ ഗ്രില്ലിനുള്ള പരിപാടി സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പങ്കിൾ അവിടെ ചിക്കൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിത് ഗ്രില്ലിലോട്ട് മാറ്റുകയാണ്. മാറ്റിയിട്ട് നമ്മൾ ഈ കനലിലോട്ട് വയ്ക്കും. ഓക്കെ, നമുക്കത് കാണാം. ഫസ്റ്റ് സ്റ്റെപ്പിന്റെ ചിക്കനാണ് അടിപൊളി, ഒന്നും പറയാൻ. ഗൈസ് നമ്മൾ ഗ്രില്ലിനുള്ള പരിപാടി ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ചാർക്കോൾ ഇട്ടിട്ട്, ചാർക്കോളിന്റെ ജെല്ലോ ചാർക്കോളിന്റെ ജെല്ല് ഇട്ടിട്ടുണ്ട്. ചാർക്കോൾ ചിരട്ട വെച്ചിട്ട് കത്തിക്കണം. ഒരു ചിരട്ട ഇങ്ങനെ വെച്ച് കത്തിക്കണം, എന്നിട്ട് ബാക്കി 2 ചിരട്ട ഇങ്ങനെ കമത്തി വെക്കണം. അപ്പൊ പൊകഞ്ഞു പോകുന്നു. പ്രോയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എനിക്ക് ഇതിനെ പറ്റി ഇതിന്റെ ABCD അറിഞ്ഞൂടാ. അപ്പോ ഷെഫ് അങ്കിളാണ് ഇവിടുത്തെ. ഇനി തുടങ്ങാം. നമ്മള് കത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ജെല്ല് കാരണമാണ് കത്തുന്നത്. വെയിറ്റ് ചെയ്യണം. നമ്മളൊരു ചിരട്ട വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത 2 ചിരട്ട കൂടെ വെക്കണം. ഇതിന്റെ പുറത്തൊരു ഗ്രില്ല് വരും, അതിനകത്ത് കൊറേ സമയം കത്തി കനലാവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതെ, 3 ചിരട്ടയും കുറച്ച് ചാർക്കോൾ ജെല്ലുമാണ് ചേർക്കുന്നത്. എന്നിട്ട് തീയിട്ടിട്ടുണ്ട്. നമുക്ക് കനലാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഗൈസ് ഇതാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്ന എക്യുപ്മെന്റ്. നമ്മളിങ്ങനെ വെക്കുന്നു, ഇത് തുറക്കുന്നു, ഇതിന്റെ ഉള്ളിൽ ചിക്കൻ വെക്കുന്നു. എനിക്കറിയാം, എന്നാലും ഞാൻ പറയാം. ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, റൂബി എന്ന് പറഞ്ഞിട്ട് എന്റെ സിസ്റ്ററിനെ പോലെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് പേര് എന്റെ അടുത്ത് ചോദിച്ചു അന്ന് പേഴ്സണലി വന്നിട്ട് എന്താ വ്ളോഗിൽ. അപ്പം കുറെ പേർക്ക് വ്ളോഗിൽ വരുന്ന ഇഷ്ടമില്ലായിരിക്കും, പക്ഷെ ഇന്ന് റൂബി വന്നിട്ടുണ്ട്. ഇതാണ് റൂബി. ഞാൻ അന്ന് സ്റ്റിക്കറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലിജ ആന്റി തന്നത് റൂബിയുടെ അമ്മ എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും അറിയാനുള്ള തോന്നുന്നു. അപ്പൊ ഇതാണ് ലിജ ആന്റി. നമ്മൾ ഇന്നത്തെ ഫുൾ സ്പോൺസർ ആയിരിക്കും. നമ്മളിന്ന് ഫുൾ ഗ്രില്ല് വൈബാണ്, രാത്രി ഫുള്ള്. നമുക്കത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കനലാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കനലായി വരുന്നുണ്ട്. അപ്പം അങ്കിൾ അവിടെ ചിക്കൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇത് ഗ്രില്ലിലോട്ട് മാറ്റുകയാണ്. മാറ്റിയിട്ട് നമ്മൾ ഈ കനലിലോട്ട് വെക്കും. ഓക്കെ, നമുക്കത് കാണാം. ഗൈസ് അത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട്. വീശി കൊടുക്കുക കനല്. ഗൈസ് ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ, പിന്നെ ഓനിയൻ, പിന്നെ പൊട്ടറ്റോ, ഇത് 3ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് ഓനിയൻ ടൊമാറ്റോ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഇതുപോലെ പൊട്ടറ്റോ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതും കൂടെ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ,
അപ്പൊ ഗൈസ് നമ്മള് ഒരു സൈഡ് മറിച്ചിട്ടിട്ടുണ്ട്, കാരണം ആ ഒരു സൈഡ് കുറച്ചായിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ഇതായി വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ആയില്ലല്ലേ, ഒന്നുകൂടെ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മറിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിലോട്ട് പിന്നെ കനൽ എല്ലായിടത്തും ആയിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. ഇത് അത്യാവശ്യം വലിയ പീസാണ്, എന്നിട്ടും പെട്ടെന്ന് തന്നെ ഇത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പാർട്ടിയുടെ മുദ്രാവാക്യമായ കനൽ ഒരു തരി മതി എന്നുള്ളതാണ്. ഗൈസ് ഇത് ഒരു സൈഡില് അറബും ഇവിടെ തനി കേരള മിക്സും കൂടെയാണ്. അവിടെ കനല് തികയാത്തോണ്ട് എന്റെ അമ്മ മണ്ണെണ്ണ ഇട്ട് കൂട്ടിയിട്ട് കത്തിക്കാണ് ചിരട്ട. അമ്മയ്ക്ക് ക്ഷമയില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും കനലുണ്ടാക്കണം. അപ്പൊ നമ്മളിവിടെ ചിരട്ട ഇട്ടിട്ട് ഒന്ന് കനലാക്കുവാണ്. അങ്കിള് കുത്തി എടുത്തിട്ടുണ്ട്, അതിന് വെള്ളം ഇറങ്ങണം. ഞാനിപ്പോ ബ്ലോഗ് എടുക്കാനുള്ള നമ്മളിങ്ങനെ ആഞ്ഞു വീശുവാണ്. ഇവിടെ തീ കത്തിപ്പിടിക്കാൻ പാടില്ല, അതുകൊണ്ട് അങ്കിളിന്റെ ഡ്യൂട്ടി നമ്മൾ ഏറ്റെടുത്തു. ഒരു തരം പാവം വീശി കൈ തളരണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഞാൻ അതിനോട് കത്തല് പറയുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തത് സെക്കൻഡ് സ്റ്റെപ്പ്. സുബ്ഹാനല്ലാഹ് 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 നിസഗരി നിസഗരി സ നിസമഗ ഗമഗമ നിസഗരി നിസഗരി സ നിസമഗ ഗമഗമ ഗമനി നിദാനി ബാമനി പഗരി ഗമനി നിദാനി ബാമനി. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്ത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ വെജിറ്റബിൾസും ഗ്രില്ലിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ആയിട്ടില്ല. പെട്ടെന്നായിട്ടുണ്ട്, അതാ പെട്ടെന്ന് കനലായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ സംഭവം ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്, അത് വേഗം തന്നെ ആവും തോന്നുന്നു. കനലെല്ലാം സെറ്റ് ആയിട്ടുണ്ട്, കുറച്ചും കൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് തെക്കേടത്തെ രാമൻകുട്ടി, ചേച്ചിയുടെ ഹസിന്റെ ബ്രദറാ. ഇരിക്കും ഞാൻ ബ്രസിന്റെ കതറ അല്ല ഹസിന്റെ ബ്രദറാ. അങ്കിള് പറഞ്ഞത് ഗൾഫിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എല്ലാ മലയാളികളുടെയും ഒക്കെ ഭക്ഷണമാണിതെന്നാണ്, ദേശീയ ഭക്ഷണമാണിതെന്നാണ് പറഞ്ഞേക്കണേ കുബൂസ്. അപ്പൊ നമ്മളിന്ന് കുബൂസും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ കുബൂസും കൂടെ സെറ്റ് ചെയ്യാം. നിങ്ങള് ഇപ്പം വെക്കുവാണോ ഇതിലോട്ട്? അതെവിടെ ഇട്ടാ മതിയോ? നിസഗരി നിസഗരി സ നിസമഗ ഗമഗമ ഗമനി നിദാനി ബാമനി പഗരി ഗമനി നിദാനി ബാമനി പഗരി. സുബ്ഹാനല്ലാഹ് 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 മധുരം പങ്കുവയ്ക്കും. സ്നേഹം ചേരും നേരം നെഞ്ചിൽ ചൊല്ലി അടുത്ത മധുരം പങ്കുവയ്ക്കൽ ചടങ്ങൂടെ
നമ്മളാ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ചിക്കനാണ് കഴിച്ചു ഓൾറെഡി. എന്നാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മളൊരു ഹാഫ് പീസ് ഓഫ് ലെമണും കൂടെ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പർ. ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു അങ്കിൾ. അവളോട് വിചാരിക്കും സ്ഥിരം മുട്ടയാണ് ഇത് വേറെ മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു അവിടുത്തെ തിരുവടി കാണാൻ പൊന്നിൻ കുരിശുമുത്തപ്പോ. അത് ഇതിന്റെ അകത്ത് ഇട്ടിട്ട് അയ്യോ അത് ഇളകി ഇളകി. ഗ്രിൽഡ് ടൊമാറ്റോ. കൊള്ളാം, ഒരു വെറൈറ്റി ടേസ്റ്റ്. മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും വാവാവോ പാടുമ്പോൾ ഇതിനങ്ങനെ വശമൊന്നുമില്ല, നമ്മള് വശമൊന്നും നോക്കുന്നില്ല. ആ അങ്ങനെ സവാള അടുത്ത് ഗ്രില്ലിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിക്കും. ഇതിന്റെ കൂടെ കഴിക്കുന്നതായിരിക്കും. ടൊമാറ്റോയും പൊട്ടറ്റോ കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ കാണാത്ത പിൻപുറ ഭാഗങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം എടുത്തോ ആന്റി? നമ്മള് തന്നെ സെറ്റപ്പിലൊക്കെ തുടങ്ങി. വയറില് തന്നെ എയറിൽ പോകാറുണ്ടോ ഈ രണ്ട് ഫാമിലി? ഇതിന് കഴിഞ്ഞു വെച്ചാ സ്ഥിതിക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഗൈസ് അടുത്ത ഭാരവാഹികൾ ഇറങ്ങിയിട്ടുണ്ട്. ദമ്പതിമാർ രണ്ടുപേരും നിൽക്കാൻ പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കൂ. അടുത്ത് വീശാനും അമ്മ കുറച്ച് ആ പൊട്ടറ്റോ വെന്തിട്ടില്ലായിരുന്നു, അപ്പൊ അമ്മ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വേഗം വേവുമായിരിക്കും. ഇത് തേർഡ് സ്റ്റെപ്പാണ് ഗൈസ്, സെക്കൻഡ് അല്ല, സെക്കൻഡ് അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ കട്ട് ചെയ്തിട്ടു, കാരണം ചൂടായത് കൊണ്ടിട്ട് വേഗം തണുക്കാൻ വേണ്ടിട്ട്, വേഗം കഴിക്കാനും വേണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ശരിയല്ല ഓടാ അവിടുന്ന് വന്നത് കട്ട് ചെയ്ത് നോക്കല്ലേ ആന്റി? എല്ലുണ്ട്. അപ്പൊ നമുക്ക് അവിടെ കട്ട് ചെയ്ത് അല്ല അവർക്ക് കൊടുക്കാനേ. ആ ഇതാ നമ്മളെ 4ാമത്തെ സ്റ്റെപ്പ് അല്ലേ? അല്ലേ 4ാമത്തെ സ്റ്റെപ്പ്. അത് പക്ഷെ ഫിനിഷ് ആക്കാൻ ആർക്കും അതിനുള്ള സ്പേസ് ഇല്ല. 5ാമത്തെ സ്റ്റെപ്പ് അവിടെ ഗ്രില്ലിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ഫൈനലി നിർത്താൻ വേണ്ടിയിട്ട് അതിന്റെ എല്ലാം വാട്ടർമെലൺ എല്ലാം കട്ട് ചെയ്ത് 2 സ്റ്റെപ്പ് തണുത്തത്, തണുപ്പുള്ളതും തണുപ്പില്ലാത്തതും. അപ്പൊ ഇത് ആന്റി എല്ലാവർക്കും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈകൂലി ഭാഷയായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പം പറയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നിൽക്കുന്നത്. അപ്പം നമ്മൾ വ്ളോഗ് എൻഡ് ചെയ്യുവാണ്. ഇപ്പോൾ ലൈഫിൽ ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ വീട്ടിൽ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ നമ്മളെ എന്താ റോണി ഉണ്ടായിരുന്നു, റൂബി ചേച്ചി, ആന്റി, അങ്കിളും അമ്മയും അച്ഛനും എല്ലാവരും ആയിട്ട് നമ്മൾ ഗ്രില്ല് സെറ്റ് ചെയ്ത് എല്ലാം വൈൻഡപ്പ് ചെയ്യുവാണ്. വൈകിട്ട് ഒരു സ്പേസ് ഇല്ല ഗൈസ്, 2 സ്റ്റെപ്പാണ് നമ്മൾ മാറ്റി വെച്ചേക്കുന്നത്. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതുവരെ കണ്ട് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഇനിയും ഇതുപോലുള്ള വ്ളോഗ്സും വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ഇട്ടോ.